ജർമ്മനിയിൽ ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച വിസ ഏതാണ്? ബ്ലൂ കാർഡ് കിട്ടിയാല് PR വേഗം കിട്ടുമോ? ബ്ലൂ കാർഡ് എല്ലാവർക്കും കിട്ടുമോ? സ്റ്റുഡന്റ് വിസയിൽ നിന്ന് ബ്ലൂ കാർഡിലേക്ക് മാറാൻ പറ്റുമോ? ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ് സംബന്ധിച്ച് എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും. നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സജിൻ. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ സ്കിൽഡ് പ്രൊഫഷനും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. EU ബ്ലൂ കാർഡ്. പലരും കരുതുന്നത് ബ്ലൂ കാർഡ് എന്നത് PR ആണെന്നാണ്, അല്ലെങ്കിൽ ബ്ലൂ കാർഡ് കിട്ടിയാൽ ഉടനെ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നാണ്. ഇവ രണ്ടും തെറ്റായ ധാരണകളാണ്. ഇന്ന് നമുക്ക് എല്ലാം വിശദമായി നോക്കാം. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈവ് കാണുന്നവര് നിങ്ങൾ ഇപ്പോൾ സ്റ്റുഡന്റ് ആണോ, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നേഴ്സ് ആണോ, അല്ലെങ്കിൽ IT പ്രൊഫഷണൽ ആണോ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു ടോയ്ച്ച് മിറ്റ് സജിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. 800-ലധികം സ്റ്റുഡൻസ് പഠിച്ചു പോയൊരു പ്ലാറ്റ്ഫോമാണ്. സോ യു ക്യാൻ ജോയിൻ ദർ ആൻഡ് ലേൺ യുവർ ജർമ്മൻ പെർഫെക്റ്റ്ലി. എന്താണ് EU ബ്ലൂ കാർഡ്? EU ബ്ലൂ കാർഡ് എന്നത് യൂറോപ്യൻ യൂണിയൻ സ്കിൽഡ് വർക്കേഴ്സിനുള്ള പ്രത്യേക റെസിഡൻസ് പെർമിറ്റ് ആണ്. ഇത് വിസ മാത്രമല്ല, ഇത് ജർമ്മനിയിൽ സ്കിൽഡ് പ്രൊഫഷണൽസിന് താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള ഒരു പ്രത്യേക അനുമതിയാണ്. ലക്ഷ്യം എന്താണ് ഇതിലൂടെ? ലോകമെമ്പാടുമുള്ള ക്വാളിഫൈഡ് പ്രൊഫഷണൽസിനെ ജർമ്മനിയിലേക്ക് ആകർഷിക്കുക. ബ്ലൂ കാർഡ് ലഭിക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. സാധാരണമായി നമുക്ക് വേണ്ടത് റെക്കഗ്നൈസ്ഡ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ നിയമപ്രകാരം അംഗീകരിക്കപ്പെടുന്ന അനുയോജ്യമായ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. രണ്ടാമത്, ജർമ്മനിയിൽ നിന്നുള്ള ഒരു ജോബ് ഓഫർ വേണം. മൂന്നാമത്, നിയമപ്രകാരം ആവശ്യമായ മിനിമം സാലറി ത്രെഷ്ഹോൾഡ് പാലിക്കുന്ന ജോലി. ഈ സാലറി ലിമിറ്റ് ഓരോ വർഷവും മാറാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷിക്കുന്ന സമയത്തെ ഒഫീഷ്യൽ റൂൾസ് എപ്പോഴും നമ്മൾ പരിശോധിച്ചിരിക്കണം. ചില സമയങ്ങളിൽ ഈ ഷോർട്ടേജ് ഒക്യുപ്പേഷന് വ്യത്യസ്ത സാലറി റൂൾസ് ഉണ്ടായേക്കാം. ഉദാഹരണമായി നേഴ്സസ്, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, ഇവർക്കൊക്കെയാണ് ഈ മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. നമുക്കിനി നോക്കാം, എന്താണ് ഈ ബ്ലൂ കാർഡ് കിട്ടിയാലുള്ള ബെനിഫിറ്റ്സുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന പ്രധാന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിൽ നിയമപരമായിട്ട് ജോലി നേടാൻ സാധിക്കും. ഫാമിലി റീയൂണിയൻ പ്രോസസ്സ് എളുപ്പമായിരിക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ജർമ്മനിയിൽ വരാനുള്ള അവസരം ലഭിക്കും. സോ എപ്പോഴും അബൈഡ് ബൈ ദ ലോ, നിയമപ്രകാരം നമ്മൾ നോക്കിയിട്ട് വേണം ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാനാണ് കേട്ടോ. കാരണം ഓരോ വർഷവും ഇതിനനുസരിച്ച് റൂള് മാറുന്നുണ്ട്, അതുകൊണ്ടാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോർട്സിന് ജോലി ചെയ്യാനുള്ള അനുമതി ലഭിക്കാം. ബെനിഫിറ്റ് നമ്പർ 4, ഷെങ്കൻ കൺട്രീസിലേക്ക് ഷോർട്ട് ടേം ട്രാവൽ ചെയ്യാൻ പറ്റും. ആൻഡ് ബെനിഫിറ്റ് നമ്പർ 5 ആണ്, ചില സാഹചര്യങ്ങളിൽ പെർമനന്റ് റെസിഡൻസിലേക്ക് വേഗത്തിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പെർമനന്റ് റെസിഡൻസ് വേഗത്തിൽ കിട്ടാനുള്ളൊരു എളുപ്പ വഴിയാണ് ഈ ബ്ലൂ കാർഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്ലൂ കാർഡും വർക്ക് വിസയും തമ്മിൽ വ്യത്യാസം എന്ന് നോക്കാം. വർക്ക് വിസ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ബ്ലൂ കാർഡിൽ ജോലി ചെയ്യാം, നമുക്കൊരു സ്കിൽഡ് പ്രൊഫഷണൽ സ്റ്റാറ്റസ് കിട്ടും, ചില അധിക ആനുകൂല്യങ്ങൾ ലഭിക്കും. PR ചില സാഹചര്യങ്ങളിൽ വേഗത്തിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ വേഗത്തിൽ നേടാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ബ്ലൂ കാർഡ് വഴി PR കിട്ടുമോ? ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഓട്ടോമാറ്റിക് അല്ല. ജർമ്മനിയുടെ റെസിഡൻസ് റൂൾസ് പാലിക്കണം, ലാംഗ്വേജ് റിക്വയർമെന്റ്സ് മീറ്റപ്പ് ചെയ്യണം, എംപ്ലോയ്മെന്റ് നോക്കണം, റെസിഡൻസ് കണ്ടീഷൻസ് നോക്കണം. എല്ലാം പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് PR കിട്ടുകയുള്ളൂ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഡെഫിനറ്റ്ലി കോമൺ മിത്സുകൾ ഉണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ മിത്താണ് ബ്ലൂ കാർഡ് ഈസ് ഈക്വൽ ടു സിറ്റിസൺഷിപ്പ്. തെറ്റാണ്. രണ്ടാമത്തത് ബ്ലൂ കാർഡ് പെർമനന്റ് റെസിഡൻസ് ആണ്. തെറ്റാണ്. എല്ലാവർക്കും ബ്ലൂ കാർഡ് കിട്ടും. തെറ്റാണ്. ഡിഗ്രി ഇല്ലെങ്കിലും ബ്ലൂ കാർഡ് കിട്ടും. ഡിപ്പെൻസ്. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെയല്ല. യോഗ്യത, തൊഴിൽ മേഖലയിലെ നിലവിലെ നിയമങ്ങളെ ആശ്രയിച്ചിരിക്കും ഇത് ഡിസൈഡ് ചെയ്യാനായിട്ട്. സോ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന കാര്യം നോക്കാം. EU ബ്ലൂ കാർഡ് എന്താണെന്ന് കണ്ടു, എലിജിബിലിറ്റി എന്താണെന്ന് കണ്ടു, സാലറി റിക്വയർമെന്റ് എന്താണെന്ന് കണ്ടു, ബെനിഫിറ്റ് എന്താണെന്ന് കണ്ടു, വർക്ക് വിസയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടു, PR എങ്ങനെ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാം എന്നുള്ളതും കണ്ടു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതിനേക്കാൾ ഉപരിയായിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഓൺലി റിലേറ്റഡ് ടു ജർമ്മനി. ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിൽ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം വിത്തിൻ 24 hours ഞാൻ എപ്പോഴും അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുക കേട്ടോ. സോ ഞാനത് എപ്പോഴും ഞാൻ അതിന് ആൻസർ ചെയ്യാറുണ്ട്. നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.